ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പിക്സൽ ടാപ്പിലെ അല്ലെങ്കിൽ പിക്സൽ വേഴ്സിലെ ടാസ്കുകളെല്ലാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലെവലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ എല്ലാ ടാസ്കുകളും അതുപോലെ തന്നെ ഗിവ് അവേൻ്റെ ടാസ്കുകളും ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ എല്ലാ ചെറിയ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ലെവൽസിൻ്റെ കാര്യം നോക്കാം. ജസ്റ്റ് ഇവിടെ ലെവലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ലെവൽ 5 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെവലും സിമ്പിളാണ്. ലെവൽ 5 എല്ലാവരും സ്റ്റക്ക് ആവുക. ഓരോ ലെവലും ഇൻക്രീസ് ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് നിങ്ങൾ മെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കോയിൻ കളക്ട് ചെയ്യുക, ഇത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇത്ര ലെവലിലേക്ക് നിങ്ങളുടെ ബോട്ടിനെ അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങൾ എത്ര ഫൈറ്റ്, നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ഇത്ര ഫൈറ്റിൽ വിൻ ചെയ്യുക എന്നുള്ള പോലത്തെ ടാസ്കുകളൊക്കെയാണ് ലെവൽ 4 വരെ വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും, വായിച്ച് നോക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ലെവൽ 5 എത്തുമ്പോഴാണ് എല്ലാവരും സ്റ്റക്ക് ആവുക. ലെവൽ 5 4ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടാസ്ക്കാണ്. അത് ടാസ്ക് സെക്ഷനിലുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലെവൽ 5 അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ 6 പോകാൻ പറ്റൂ. റിവാർഡ് സെക്ഷനിലേക്ക് പോയതിനു ശേഷം ടാസ്ക് എടുക്കുക. സബ്സ്ക്രൈബ് ടു ചാനൽ എന്ന് പറയുന്ന ടാസ്ക് ആദ്യം തന്നെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂട്യൂബിലേക്ക് പോകാനുള്ള ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആവും. അത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കുക. ഓക്കെ, 48 മണിക്കൂർ ആവുമെന്നാണ് പറയുന്നത്. പേടിക്കേണ്ട, 48 മണിക്കൂറിൽ എന്തായാലും ആർക്കും കംപ്ലീറ്റ് ആവില്ല. 1 to 2 വീക്സ് ടൈം എടുക്കും വെരിഫിക്കേഷൻ കഴിയാൻ. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വെക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരുടേതും വെരിഫൈ ചെയ്തിട്ടേ അവർ കംപ്ലീറ്റ് ആക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ മെയിൻ ടാസ്ക് നോക്കുകയാണെങ്കിൽ OKXന്റെ ഗിവ് അവേ ആണ്. അപ്പോൾ ഇതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ രണ്ടാമത്തെ ടാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അവർ പറയുന്നതാണ് ഇവരുടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഗാലക്സിയിലാണ് നടക്കുന്നത്. ഗാലക്സിയിൽ എല്ലാം ടാസ്കുകളും നിങ്ങൾ പോയി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗാലക്സി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ട്വിറ്ററോ ഡിസ്കോഡോ ഇമെയിലോ എന്ത് വെച്ച് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഓക്കെ, ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗാലക്സീൻ്റെ സൈറ്റാണ് ഓപ്പൺ ആവുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഉണ്ടാവും. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിൽ ഐ ഡിയോ ഡിസ്കോഡോ ട്വിറ്ററോ ഏത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മെയിൽ ഐ ഡിയോ ഡിസ്കോഡോ വെച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം. ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊഫൈലിലേക്ക് പോവുക. അവിടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്യുക. എന്നാലേ നിങ്ങളുടെ ഈ ഒരു ടാസ്കുകൾ വർക്ക് ആവുള്ളൂ. അത് ചെയ്തതിന് ശേഷം ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ റീട്വീറ്റ് ചെയ്യാനാണ് ഇവരുടെ പോസ്റ്റ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ടിക്ക് ആയത്. ഓക്കെ, അപ്പോൾ ട്വിറ്റർ കണക്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയിക്കോളും. ഇപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വിറ്ററിലേക്ക് പോവുക. അവിടെ റീട്വീറ്റ് ക്ലിക്ക് ചെയ്യുക. റീട്വീറ്റ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ OKX വാലറ്റ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു OKX വാലറ്റ് വേണം എന്ന കാര്യം നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ OKX വാലറ്റ് ഇല്ലാത്തവർ OKXന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് OKXന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ OKXന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. OKXന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു വാലറ്റ്, ഓക്കെ, നിങ്ങൾ ഒന്നെങ്കിൽ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റാമാസ്ക് ഉള്ളവരാണെങ്കിൽ മെറ്റാമാസ്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. അതൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, കാരണം അത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പുള്ള ഇഷ്ടംപോലെ വീഡിയോസിൽ കാണിച്ച കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൻ്റെ 99% ആൾക്കാർക്കും അറിയാം എങ്ങനെ ചെയ്യാന്നുള്ളത്. അറിയാത്തവരെന്ത് ചെയ്യുക, ചെയിൻ ഗെയിമിൻ്റെ വീഡിയോ ഒക്കെ പോയി നോക്കുക. ചെയിൻ ഗെയിമിൽ വാലറ്റ് കണക്ഷനിൽ ഞാൻ എങ്ങനെ OKX വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു OKX വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. മെറ്റാമാസ്കിൻ്റെ കാര്യം ഒന്നും ഓർക്കണ്ട. മെറ്റാമാസ്ക് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെറ്റാമാസ്കും ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക. മെറ്റാമാസ്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ അറിയുന്നവർ ഇമ്പോർട്ട് ചെയ്യുക. അതൊന്നും അറിയാത്തവരും പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മളുടെ ഗാലക്സിയുമായിട്ട് ആ വാലറ്റിൻ്റെ അഡ്രസ്സ് ബൈൻഡ് ചെയ്യണം. അതെങ്ങനെ നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ഓപ്ഷൻ കാണാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് മാറ്റുക. എന്നിട്ട് വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യണമെന്ന് ചോദിക്കും, പുതിയ അഡ്രസ്സ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് OKX കാണാൻ പറ്റും. ആ OKX ക്ലിക്ക് ചെയ്യരുത്, കാരണം അത് സൈറ്റിലേക്കാണ് പോവുക. സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കറൻറ്റ്ലി OKXന്റെ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് OKXന്റെ സൈറ്റിലേക്ക് ഒന്നും കണക്ട് ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. VPN ഇടേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ VPN ഒന്നും ഇടാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ വാലറ്റ് കണക്ട് ചെയ്യുന്ന പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിന് മുമ്പേ നിങ്ങൾ OKXന്റെ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, OKX വാലറ്റ് റെഡിയാക്കി വെച്ചിരിക്കണം, എങ്കിലേ വർക്ക് ആവുള്ളൂ. അപ്പോൾ വാലറ്റ് കണക്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സെലക്ട് വാലറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നു. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ കറൻ്റ്ലി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എല്ലാ വാലറ്റുകളും നമുക്കവിടെ കാണാം. അപ്പോൾ അതൊന്ന് OKX സെലക്ട് ചെയ്ത് കൊടുക്കുക. OKX ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ OKX വാലറ്റ് ഓപ്പൺ ആയി. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ റെഡി ആവണമെന്നില്ല. റെഡി ആയിട്ടില്ലെങ്കിൽ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും. അപ്പോൾ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കണക്റ്റ് ആയാൽ നോക്കാം. കണക്റ്റ് ആയാൽ നോക്കാൻ വേണ്ടി ഈ ഒരു
റിഫ്രഷിൻ്റെ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുക. ട്രയൽ ആൻഡ് എറർ, കുറേ പ്രാവശ്യം എറർ വന്നാലേ റെഡി ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ റെഡി ആവണം നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക. പ്രോസസ്സ് ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ടാസ്കിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ടാസ്ക് നമുക്ക് വായിച്ചു നോക്കാം. വിസിറ്റ് ദ പേജ് ടു സൈൻ അപ്പ് എന്നാണ് പറയുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈറ്റിൽ നിന്ന് ഗാലക്സിയിൽ നിന്ന് പുറത്തു പോകാണെന്നുള്ളൊരു വാണിംഗ് വരും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡാണ് ഓപ്പൺ ആവുക. ഇതുവരെ നിങ്ങൾ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അക്കൗണ്ട് എടുത്ത് സൈനപ്പ് ചെയ്ത് അക്കൗണ്ട് എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ടാസ്കുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും അവിടെ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സൈനപ്പ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി സൈനപ്പ് ഒക്കെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. അടുത്ത ടാസ്ക് പറയുന്നത് ജോയിൻ ദി ടെലഗ്രാം ആണ്. OKX വാലറ്റ് എയർ ഡ്രോപ്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെലഗ്രാമിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ വ്യൂ ഇൻ ടെലഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ ടെലഗ്രാമിൽ ഓപ്പണായി. അതിനുശേഷം ജോയിൻ കൊടുക്കുക. ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, റിഫ്രഷ് ചെയ്തപ്പോൾ അതും കംപ്ലീറ്റ് ആയി. അടുത്തത് ഒരു ട്വിറ്റർ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സിലേക്ക് അല്ലെങ്കിൽ ട്വിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോളോ അടിക്കുക. അതിനുശേഷം ബാക്ക് വരിക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയത് കാണാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ഫോളോ അടിക്കുന്ന പോലെ കാണിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാതെ തിരിച്ചു വന്നാലും ഫെയിൽഡ് ആവും. ഒരു പ്രാവശ്യം ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പൊന്നും കാണിക്കാതെ നല്ലപോലെ ഫോളോ ചെയ്യാനൊക്കെ നോക്കുക. എല്ലാം വ്യക്തമായിട്ട് ട്രാക്ക് ആവും. കാരണം നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തോ ഇല്ല എന്നുള്ളത് കറക്റ്റായിട്ട് ഗാലക്സിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു ടാസ്കും കൂടെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്ക് വന്നു, റിഫ്രഷ് അടിച്ചു. പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ എനേബിൾ ആവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റിമൈൻഡർ വരും, നമ്മളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അപ്രൂവ് കൊടുക്കുക. അടുത്ത പേജായിട്ട് യു ഹാവ് സക്സസ്ഫുള്ളി എൻറ്റേർഡ് ദ റഫിൾ എന്ന് പറയുന്ന ഒരു കാര്യം കാണാം. നമുക്ക് മെയിൽ വഴി ഇനി തിരിച്ച് റിപ്ലൈ വരും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ റഫിൾ എൻഡ് ആവാൻ 8 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 8 മണിക്കൂറിനുള്ളിൽ ചെയ്യാം. നിങ്ങളിനി 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി നമ്മുടെ പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്കാണ് പോകുന്നത്. ടെലഗ്രാം ബോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച് ഫയലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്, നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് കൊടുക്കണം. അപ്പോൾ ചൂസ് ഫയൽ കൊടുക്കുക. നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ ആ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് ഫയൽ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കി തരുള്ളൂ. ഉടനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കാം. ഇവിടെ പറയുന്നത് 10 days ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം 10 daysനുള്ളിൽ കംപ്ലീറ്റ് ആവുമോ എന്നുള്ളത്. എന്തായാലും കംപ്ലീറ്റ് ആയിക്കോളും, നിങ്ങൾ അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അപ്പോൾ അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കണക്ട് OKX വാലറ്റ് ആണ്. ഇതൊരു എറർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എറർ വരുന്നുണ്ട്. എറർ ട്രൈ അഗെയിൻ ലേറ്റർ പ്ലീസ് എന്നാണ് പറയുന്നത്. എനിക്ക് ടാസ്ക് വന്നപ്പോൾ തൊട്ട് ഈ ഒരു എററാണ് കിടക്കുന്നത്. പലർക്കും എറർ ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും എറർ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ മാനുവലി നമുക്ക് കണക്ട് ചെയ്യാം. അതേ ഇനി വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വാലറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ OKX കാണാം, അല്ലെങ്കിൽ OKX വാലറ്റും കാണാം. അപ്പോൾ അവിടെ പറയുന്നത് ഏതാണ്, കണക്ട് OKX വാലറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, OKX വാലറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് OKX വാലറ്റ് ഉണ്ടല്ലോ, SI ഹാബിറ്റ് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ OKX വാലറ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. OKX വാലറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം റിസീവ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ചിൽ USDT എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, USDT സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന മൾട്ടി ചെയിൻ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഏറിയാൻ സെലക്ട് ചെയ്യുക. നമുക്ക് ERC20 അഡ്രസ്സാണ് വേണ്ടത്. അപ്പോൾ ഇത് ഏറിയതിനാണ് ERC20. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഇവിടെ കോപ്പി ബട്ടൺ ഉണ്ട്, കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം മെയ്ഡ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണാൻ പറ്റും വാലറ്റ് ഈസ് കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു, അത്രേ ഉള്ളൂ, വാലറ്റ് കണക്റ്റ് ആയി കഴിഞ്ഞു. ആ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ആ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ടാസ്ക് ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അത് എൻ്റെ ഓട്ടോമാറ്റിക്കലി അപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഒരു 2 സെക്കൻഡ് എടുത്തുള്ളൂ, ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയി. നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ആ ടാസ്കിൽ കയറുക. അതിന് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും, സ്റ്റാർട്ട് അടിക്കുക. ഓക്കെ, എനിക്കിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എൻ്റെ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്തതുള്ളത് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗിവ് അവേ ടാസ്ക് ആണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഗോ ടു ഡാഷ്ബോർഡ് ആൻഡ് കംപ്ലീറ്റ് 3 ടാസ്ക് അബൌട്ട് ട്രസ്റ്റ് വാലറ്റ്. അപ്പോൾ ഇത് ഡാഷ്ബോർഡിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡാഷ്ബോർഡ് അക്കൗണ്ട് വേണം. അപ്പോൾ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക്
ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ടാസ്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ട്രസ്റ്റ് വാലറ്റിൻ്റെ ഗിവ് അവേ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗോ ടു എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഗോ ടു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒരു ഗിവ് അവേ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ട്വിറ്റർ പോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്തൊക്കെ ചെയ്യണം. ലൈക്ക് ചെയ്യണം, റീട്വീറ്റ് ചെയ്യണം, ഫോളോ ട്രസ്റ്റ് വാലറ്റ്, അതുപോലെ തന്നെ പിക്സൽവേഴ്സ്, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ആ റീട്വീറ്റ് ലൈക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അത്രയും ചെയ്ത് കഴിഞ്ഞ് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കില്ല, 50% ആയിട്ടുണ്ടാവുള്ളൂ. 50% ബാക്കി ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ വെരിഫൈ ചെയ്യും നമ്മളതൊക്കെ ചെയ്തു എന്നുള്ളത്. അതിനുശേഷം അത് കംപ്ലീറ്റ് ആവുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, $50,000 ഗിവ് അവേ. അതും ട്രസ്റ്റ് വാലറ്റിൻ്റെ തന്നെയാണെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അതും ഗോ ടു അടിക്കുക. അപ്പോൾ വീണ്ടും സെയിം പോസ്റ്റിലേക്ക്, നേരത്തെ വന്ന സെയിം പോസ്റ്റിലേക്ക് വരും. ലൈക്കും റീട്വീറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത പോസ്റ്റിൽ പറയുന്നത് റീട്വീറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ, ഇപ്രാവശ്യം റീട്വീറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. റീട്വീറ്റും കൂടി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ബാക്ക് വരിക. അതിനുശേഷം നിങ്ങളുടെ ടെലഗ്രാം ബോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുക. ടെലഗ്രാം ബോട്ടിൽ വന്ന അവർ പറയുന്ന കാണാം, കംപ്ലീറ്റ് 3 ടാസ്ക് അബൌട്ട് ട്രസ്റ്റ് വാലറ്റ്. ഏതൊക്കെയാണ് 3 ടാസ്കുകൾ? ഒന്ന് ലൈക്ക് ചെയ്യുക, രണ്ടാമത്തെ റീട്വീറ്റ് ചെയ്യുക, മൂന്നാമത്തെ ഫോളോ ചെയ്യുക. ഈ 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ലൈക്കും റീട്വീറ്റും ചെയ്തു എന്ന് കാണുന്ന സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ അതും സബ്മിറ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. അതും 1 to 2 weeks ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് അവർ ചാനലാണ്. അതിന് നമുക്ക് ടെലഗ്രാം പ്രീമിയം ആവശ്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അതിന് ടെലഗ്രാം പ്രീമിയം യൂസേഴ്സ് മാത്രം ചെയ്യുക. കറൻറ്റ്ലി എൻ്റെ കയ്യിൽ പ്രീമിയം ഇല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ബാക്കിയുള്ള 2 ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും അതുപോലെ തന്നെ കോയിൻ ഗീക്കോയിലും രണ്ടിലും വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോകും. ഞാൻ ഓൾറെഡി 2 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അത് സിമ്പിളാണ്. ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോവുക. ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ആ ടാസ്ക് കഴിഞ്ഞു. അതിനുശേഷം സ്ക്രീൻഷോട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ളത് CG എന്ന് പറഞ്ഞാൽ കോയിൻ ഗീക്കോ. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ചെയ്ത പോലെ തന്നെയാണ് കോയിൻ ഗീക്കോയും. ജസ്റ്റ് കോയിൻ ഗീക്കോയിലേക്ക് പോവുക. അവിടെ നിന്ന് ഈ ഒരു പിക്സൽവേഴ്സിൻ്റെ പേജാണ് ഓപ്പൺ ആവുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. അപ്പോൾ ആഡഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടിക്ക് വരും. ആ ടിക്ക് വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ഇവിടെ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ. അത്രയും ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറാണെന്നാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരാഴ്ച മുന്നേ സബ്മിറ്റ് ചെയ്താണ്, ഇതുവരെ ആയിട്ടില്ല. അതായിക്കോളും, ടെൻഷൻ അടിക്കേണ്ട. നമ്മളെല്ലാം ചെയ്തു വെച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പിക്സൽവേഴ്സിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും പുതിയ ടാസ്കുകളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും, കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിറങ്ങണമെങ്കിൽ ഇത്രയും ടൈം ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിക്സൽവേഴ്സ് മൈൻഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടാനുള്ള സപ്പോർട്ട് കിട്ടുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും ആദ്യം അവിടെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് യൂട്യൂബിലേക്ക് എല്ലാ വീഡിയോസും എത്തുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ സൂൺ. ബൈ.